ഹായ് ഓൾ, എല്ലാവർക്കും വോയിസ് ഓഫ് ഹരികൃഷ്ണൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എക്കോ ഞാൻ കുറച്ച് ദിവസം ഇത് ചെയ്യണമെന്ന് ആഗ്രഹിക്കണം. പല കാരണം കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ അപ്പോൾ അതിൻ്റെ റിവ്യൂ പറയാം. ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ സന്ദീപാണ്. നമ്മുടെ ഈ കഴിഞ്ഞ പടക്കളം, ഫാലിമി, അങ്ങനെ കുറച്ച് പടത്തിലേക്ക് അഭിനയിച്ച ഒരാളാണ്. മെയിൻ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്തൊരു അമ്മച്ചിയുണ്ട്, അവരും കൊള്ളാം. ഇനി ഈ സിനിമയുടെ ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ദിഞ്ചത്ത് അയ്യത്താനാണ്. നമ്മുടെ കിഷ്കിണ്ടാകാന്തത്തിൻ്റെ സെയിം ഡയറക്ടറാണ്. ഇതിൻ്റെ മേക്കിംഗ് ഒക്കെ ഏകദേശം കിഷ്കിണ്ടാകാന്തമൊക്കെ ആയിട്ടൊരു ഇത് തോന്നും. ബട്ട് കൊള്ളാം. ഒരു 2 hours നമ്മളത് തിയേറ്ററിൽ ഇത് കാണുമ്പം ശരിക്കും പറഞ്ഞാൽ നമ്മളത് മര്യാദക്ക് മനസ്സിരുത്തി കണ്ടില്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. അത് ആദ്യമേ പറയാം. പക്ഷേ മനസ്സിലാക്കിയിരുന്ന് കാണുന്നവനാണ് ഇതിൻ്റെ ക്ലൈമാക്സ് കാണുമ്പോൾ ഞെട്ടും. കാര്യം ഈ ബാഹുൽ രമേശ് എന്ന ആളാണ് ഇതിൻ്റെ റൈറ്റിങ്. അദ്ദേഹത്തിൻ്റെ കേരള ക്രൈം ഫയൽസ് സീസൺ 2 അതിൻ്റെ ഒരു റൈറ്റിംഗ് ആയിട്ട് ഞാൻ ഞെട്ടിയതാണ്. എന്നാ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എഴുത്ത് ഇതെങ്ങനെ പോയേക്കണത്, ഇതിൻ്റെ ക്ലൈമാക്സ് എന്നാ ക്ലൈമാക്സാ, ഒരു രക്ഷയില്ലാട്ടോ. കാര്യം ഒരു ഡോഗ്സിനെ കണക്ട് ചെയ്താണ് ഈ സിനിമ പോണത്. സോ ഈ പടം എന്ന് പറഞ്ഞാൽ ഒരു വേറിട്ട എക്സ്പീരിയൻസ് ആണ്. കാര്യം ഒരു വല്ലാത്തൊരു ഫീലാണ് കിട്ടണം നമുക്ക് ക്ലൈമാക്സിൽ കേട്ടോ. അങ്ങനത്തെ ഒരു ഞെട്ടിക്കുന്ന സാധനമാണ് ക്ലൈമാക്സ്. ഞാൻ കൂവിപ്പോയി തിയേറ്ററിൽ നിന്നിട്ട്, എൻ്റെ പൊന്നോ വാവ് സാധനം, ഒരു രക്ഷയില്ല. ഇതിൻ്റെ എല്ലാ വശം നോക്കുമ്പോൾ സിനിമ അടിപൊളിയാണ്. നമുക്കിത് എന്താ പറഞ്ഞാൽ ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ആ രീതിക്കുള്ള ഒരു ഇത്, അതേ പറയാനുള്ളൂ. കാര്യം ഇതിൻ്റെ ഒരു ക്യാരക്ടേഴ്സൊക്കെ ആയാലും ഒരു പ്രത്യേക മീറ്ററിൽ പോണ ക്യാരക്ടേഴ്സാണ്. സിനിമ ഭയങ്കര സ്ലോ ഫേസ് ആണ് കേട്ടോ. ഉള്ള കാര്യം പറയാം, ആദ്യത്തെ ഒരു 1.5 മണിക്കൂർ 1.25 മണിക്കൂർ അത്യാവശ്യം നല്ല സ്ലോ ഫേസാണ്. അത് കഴിഞ്ഞ് ക്ലൈമാക്സോട് അടുക്കുമ്പോഴാണ് നമുക്കൊരു ഇത് കിട്ടണം കേട്ടോ, സത്യം പറഞ്ഞാൽ. പക്ഷേ ഇത് ഈ സിനിമയുടെ കഥയെ ഡിമാൻഡ് ചെയ്യുന്ന ലാഗും കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സിനിമേനെ അങ്ങനെ ഇത് പറയാനൊന്നും പറ്റില്ല. സിനിമ അടിപൊളി സിനിമയാണ്. ഈ കിഷ്കിണ്ടാകാതവും നമുക്കൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതുപോലത്തെ ഒരു സാധനമാണ് ഇതിൻ്റെ അകത്ത്. ഈ ഡയറക്ടറിൻ്റെ ഒരു കഴിവാണ്. കാര്യം ആ ഒരു ഒറ്റ സീനും കൊണ്ട് അങ്ങേരെ നമ്മളെ ഞെട്ടിക്കും. അതുപോലത്തെ ഒരു സാധനമാണ് ഇതിൻ്റെ അകത്ത് പണിയിച്ചത്. ഒരു രക്ഷയില, അടിപൊളി പടം. ഉള്ള കാര്യം പറയാം, ഞാനത് തിയേറ്ററിൽ നിന്നിട്ട് ഞെട്ടി തിരിച്ചു പോയ സാധനമാണ് ഇതിൻ്റെ ക്ലൈമാക്സ് കണ്ടിട്ട്. സോ ഇപ്പോഴും ഇത് ആരെങ്കിലും കാണാതെ തിയേറ്ററിൽ കണ്ടോളൂ. ഇപ്പോഴും ഇത് അത്യാവശ്യം തിയേറ്ററിൽ ഓടുന്നുണ്ട്, അത്യാവശ്യം നല്ല കളക്ഷനും നേടുന്നുണ്ട്. സോ മസ്റ്റ് വാച്ച് പടമാണ്. ഇതൊരു വേറിട്ട വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരിക്കും. നല്ല തിയേറ്ററിലിരുന്ന്, നല്ല അത്യാവശ്യം സൗണ്ട് ക്വാളിറ്റിയുള്ള നല്ലൊരു തിയേറ്ററിലിരുന്ന് കാണാം. നല്ല വിഷ്വലിയൊക്കെ നല്ല എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പടമാണ്. അതിൻ്റെ മേക്കിംഗ് സൈഡൊക്കെ അതിൻ്റെ ഫോറസ്റ്റിൻ്റെ ഏരിയയൊക്കെയാണ് കൂടുതൽ ഷൂട്ട് ചെയ്തത്, അടിപൊളിയാണ്. പിന്നെ ഒരാളുടെ പെർഫോമൻസ് പ്രത്യേകിച്ച് എടുത്തു പറയാൻ വിട്ടു, ഈ വിനീത്. അദ്ദേഹം നല്ല രീതിയിൽ ഇതൊരു പ്രകടനം കാഴ്ചിട്ടുണ്ട്. അദ്ദേഹത്തിനെ കുറേ നാളായിട്ട് നമുക്കങ്ങനെ സിനിമകളിൽ നിന്ന് കാണാതെ ഒരു അവസ്ഥയായിരുന്നു. അതേപോലെ വീണ്ടും സിനിമകൾ ചെയ്യുന്നുണ്ട്. അതിൽ നല്ലൊരു ക്യാരക്ടറാണ് അദ്ദേഹത്തിനകത്ത് ചെയ്യുന്നത്. അത്യാവശ്യം നല്ലൊരു ആക്റ്റീവായിട്ടുള്ള, അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള, അത്യാവശ്യം ഒരു വില്ലനിസം മൂടുള്ള ഒരു ക്യാരക്ടർ അതിൻ്റെ അകത്ത് ചെയ്യുന്നത്. കൊള്ളാം. മൊത്തത്തിൽ പടം ഒരു അടിപൊളി പടമാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് അമ്മജി, അവരെ നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. കാര്യം ആ ഒരു ക്യാരക്ടർ തുടക്കം ഒരു ഒടുക്കം വരെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് നമ്മളെ ഞെട്ടിക്കുന്ന ആ ഒരു ടേൺ, അത് ഒന്നും പറയാനില്ല. അപ്രീഷിയേറ്റ് ചെയ്യണം ആ ക്യാരക്ടറിനെ. സോ എല്ലാം കൊണ്ടും നല്ലൊരു മികച്ച സിനിമയാണ്. ഇതിനെ കൂടുതൽ ഞാൻ റിവ്യൂ പറഞ്ഞ് കൊളാക്കുന്നില്ല. കാര്യം ഇതങ്ങനെ റിവ്യൂ പറഞ്ഞ് നമുക്ക് ഇങ്ങനെ സ്പോയിലർ ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ കഥ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു കഥയാണ്. അത് നിങ്ങൾ ഡയറക്റ്റ് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക. എല്ലാവർക്കും പോയി കാണാം. താങ്ക് യു.